സോ മക്കളെ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. സോ ക്വസ്റ്റ്യൻ വായിക്കാം. എ വയർ ഓഫ് റെസിസ്റ്റൻസ് 9 ohm ഈസ് ബെൻഡ് ടു ഫോം എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒരു വയർ ഉപയോഗിച്ച് നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി എന്നല്ലേ പറയുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഫേസിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിന് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള വളരെ ബേസിക് ചോദ്യമാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരു വയർ റെസിസ്റ്റൻസ് 9 ohm ആണ്. അത് ബെൻഡ് ചെയ്തിട്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കി. അപ്പോൾ ഓരോ പീസിൻ്റെയും റെസിസ്റ്റൻസ് ഇക്വൽ ട്രയാങ്കിൾ ആകുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. സോ ഓരോ പീസും 3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ട് വേർട്ടസിൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതിലൂടെ കറണ്ട് വരുമ്പോൾ കറണ്ട് ഇതിലൂടെ കയറി വരുന്നു, ഇതിലൂടെ പോകുന്നു. സോ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രണ്ട് വഴിക്കാണ്. ദാറ്റ് മീൻസ് ഇത് രണ്ടും പാരലൽ കണക്ഷനാണ്. സോ എയും ബി എടുക്കുന്ന സമയത്ത് 3 സീരീസ് ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ആയിരിക്കും. സോ 6ഉം 3ഉം ആവുന്ന സമയത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അക്രോസ് എ ബി എന്ന് പറഞ്ഞാൽ 6 × 3 ഡിവൈഡ് ബൈ 6 + 3 ദാറ്റ് വിൽ ഗിവ് 9. കട്ട് ചെയ്താൽ 3 വരും. 6 ഡിവൈഡ് ബൈ 3 ആൻസർ ഈസ് 2 ohm എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടും. സോ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. സോ ചാപ്റ്റർ ഈസ് ഫ്രം കറണ്ട് ഇലക്ട്രിസിറ്റി. സോ താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.